കരിക്കോമളാണ് ഈ നെല്ലിൻ്റെ പേര്. ഇത് പച്ചവെള്ളത്തിലിട്ടാൽ ചോറാവും. ഈ നെല്ലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കവുങ്ങിൻ്റെ പൂക്കല പോലെയാണ്. കവുങ്ങും പുത്താലി എന്നാണ് ഇതിൻ്റെ. ഇത് കാലാബാത്ത് എന്ന് പറയുന്ന ഒരു ഇനാണ്. ഇതിൻ്റെ ചെടിയും നെല്ലും അരിയൊക്കെ കറുപ്പ് കളർ തന്നെയാണ് ആയിരിക്കുക. പെരിങ്ങോട്ടുകര അവണിങ്ങാട്ട് കളരിയിലെ ഈ കൃഷിയിടത്തിന് ആവശ്യമായ എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്നത് ഡോക്ടർ ശ്രീനിയാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ കൃഷി രീതികൾ എന്നൊക്കെ. നമസ്കാരം, ഇന്ത്യൻ വാർത്താ കൃഷിയിടത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ ഒരു 570 വെറൈറ്റി കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഡോക്ടർ ഇതിന് നേതൃത്വം നൽകുന്നത്? എങ്ങനെയാണ് ഈ ഒരു നേതൃത്വത്തിലേക്ക് എത്തിയത്? അതൊക്കെ ഒന്ന് പറയാം. ഞങ്ങൾ ഇത് 2018 കോവിഡ് സമയത്താണ് ഇതിൻ്റെ ഒരു തുടക്കം. അഗ്രികൾച്ചർ പ്രൊജക്റ്റ് ഇവിടെ തുടങ്ങിയത് സീരിയസ് ആയിട്ടുള്ള തുടക്കം ഇവിടെ 2018 നമ്മൾ അവിടെ കോൾപ്പാടത്ത് 42 ഏക്കർ തരിശായി ഭൂമിയായിരുന്നു. വർഷങ്ങളായിട്ട് കൃഷിയൊന്നും ചെയ്യാണ്ട് കിടന്ന ഭൂമിയിൽ നമ്മൾ ഇവിടെ ഒരു വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തു. കാരണം കോവിഡ് സമയത്ത് പലപ്പോഴും നമുക്ക് അരിയും പച്ചക്കറികളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായ സമയത്ത് ഈ പ്രൊജക്റ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അവനങ്ങാട്ട് കളക്ടർ തന്നെ അതിൻ്റെ ഇനിഷ്യേറ്റീവ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഫാർമേഴ്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അത് 42 ഏക്കർ കോൾപ്പാടം എന്ന് പറഞ്ഞാൽ ബിലോ സീ ലെവലാണ്. 0.5 to 1 മീറ്റർ ബിലോ സീ ലെവലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ വലിയൊരു ഇനിഷ്യേറ്റീവാണ് അത് അന്നെടുത്തത്. കാട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അത്ര അതൊക്കെ വെട്ടി അതിൻ്റെ തോടുകളൊക്കെ ക്ലിയർ ആക്കി അങ്ങനെ വലിയൊരു ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ആ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് വിജയിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ അന്ന് നമ്മൾ ഒരു 6000 കുടുംബങ്ങൾക്ക് വിത്തും വളമൊക്കെ കൊടുത്തായിരുന്നു. നമ്മൾ കിച്ചൺ ഗാർഡൻ തുടങ്ങാൻ വേണ്ടി. അതും നമ്മുടെ ഇനീഷ്യേറ്റീവായിരുന്നു. അങ്ങനെ അന്ന് ഇവിടെ ഈ പ്രദേശത്ത് പച്ചക്കറീൻ്റെ ക്ഷാമം എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കോവിഡിൻ്റെ സമയത്ത് അത് ഏറെക്കുറയ്ക്ക് നമുക്കത് അത് വെച്ച് ആ പ്രൊജക്റ്റ് വെച്ച് മാനേജ് ചെയ്യാൻ പറ്റി. അരി ആയാലും നമ്മൾ വളരെ തുച്ഛ വിലയ്ക്ക് ഓർഗാനിക് ഈ അരി 65-70 രൂപയ്ക്കാണ് അവിടെ കിലോന് കൊടുത്തിട്ട്. അങ്ങനെ പിന്നെ കുറേ ആളുകൾക്ക് അന്ന് ഇവിടെ ഇതുണ്ട് അന്നദാനം ഉണ്ടാകാത്ത കാരണം കൊണ്ട് അങ്ങനത്തെ നമ്മൾ അതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് തന്നെ ഒരു സർവോദരം ഓർഗാനിക്കിൻ്റെ ബ്രാൻഡിൽ തന്നെ അവിടെ സെയിൽ ചെയ്തായിരുന്നു. ഇപ്പം പിന്നെ ഭക്തജനങ്ങൾ ഇങ്ങനെ വന്ന് ഒഴുകണ കാരണം കൊണ്ട് ഇപ്പം ആ അരി പരമാവധി വിളിക്കുന്ന അന്നദാനത്തിനും ഇവിടുത്തെ പച്ചക്കറി ഉണ്ടാവുന്നതൊക്കെ അന്നദാനത്തിന് തന്നെ കൂടുതലെടുക്കുന്നത്. ഇത് നമ്മളൊരു പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്നത് വർഷങ്ങളായിട്ട് അത് ഇവിടെ എല്ലാ പ്രോസസ്സും ഓർഗാനിക് ആയിട്ട് തന്നെ വർഷങ്ങളായിട്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ട്രാക്ടർ നിലം ഉഴുത് അല്ല ട്രാക്ടർ ഓടിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വളം ഉണ്ടാക്കലും പെസ്റ്റിസൈഡും ഒക്കെ നമ്മള് ഓർഗാനിക്. പിന്നെ നമ്മൾ കൊയ്തെടുത്ത് ഇതുപോലെ അത് ഈ പ്രൊജക്ടിന് വേണ്ടിയാ. ഇത് പിന്നെ കാരണം 2x2 പ്ലോട്ട് ആയതുകൊണ്ട് കതിരെടുത്തിട്ട് പിന്നെ ബാക്കിയുള്ളത് കൊയ്തെടുക്കുക ചെയ്യാം. മറ്റേത് അങ്ങനെയല്ല, അതല്ലാണ്ട് 62 ഏക്കർ ബുദ്ധിമുട്ടാണ്. കള പറിക്കുന്നതൊക്കെ മാനുവൽ. കാരണം ആ ഏരിയയിൽ നമ്മള് മെഷീൻ വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കള പറിക്കല് മാനുവലായിട്ട് തന്നെ ചെയ്യേണ്ടി വരും. ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് ഡോക്ടർ എത്തുമ്പോൾ ആ ഒരു ജേർണിയിൽ എന്തൊക്കെ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ കുറെ വിത്തിനങ്ങൾ നമ്മൾ ഇതുവരെ കാണാത്തതൊക്കെ? അല്ല, ഇതൊരു എന്നും പുതിയ പുതിയ പഠനങ്ങളാണ്. ഇതിപ്പോ ഒരു ഇങ്ങനെ ഒരു കൺസിസ്റ്റന്റ് നമ്മളുടെ അറിവ് കൂടുക എന്നല്ലാണ്ട് ഇതിലൊന്നും നമ്മൾക്ക് വലിയ കാര്യമായിട്ട് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എന്നും പഠിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ കൊല്ലം നമ്മളൊരു ഇനിഷ്യേറ്റീവ് എടുത്താണ്. അപ്പോൾ നമ്മുടെ ഇത് എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ലിനീഷ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ കണ്ണൂരുള്ള ആള് വർഷങ്ങളായിട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പൊ ഇങ്ങനെ ബഡ്ജറ്റിന്റെ പേരിൽ ഈ കൺസർവേഷൻ പ്രൊജക്ട് ചെയ്യണ ഒരു ആളായിരുന്നു. അപ്പോൾ ആളിനെ വിളിച്ചു സംസാരിച്ചപ്പോൾ ആള് വരാമെന്ന് പറഞ്ഞു, നമ്മളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ തുടങ്ങിയത്. പിന്നെ ആള് പിന്നെ സീഡ് ഏറെക്കുറയ്ക്ക് അവിടെ നിന്ന് വയനാടും കണ്ണൂർ പിന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റും കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ നമ്മൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഇത് എങ്ങനെ സക്സസ് ആവാം, യൂഷ്വലി അതങ്ങനെ അത്ര എളുപ്പമല്ല സക്സസ് ആക്കുന്നത്. കാരണം അത്ര എക്സ്പീരിയൻസും അത്ര എഫേർട്ട് എടുത്താൽ മാത്രമാണ് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് സക്സസ് ആവുള്ളൂ. കാരണം ഒരു ചെറിയ കേട് വന്ന് മൊത്തത്തിനും ബാധിക്കും. പിന്നെ അത് നമ്മൾ ഒരു പ്ലോട്ട് എന്ന് 2x2 അതിൽ മെച്ചൂർഡ് ആയി കഴിഞ്ഞാൽ അടുത്തേക്ക് വീഴാണ്ട് മിക്സ് ആവാണ്ടൊക്കെ നോക്കണം. അപ്പോൾ അത് കൃത്യമായിട്ട് പ്ലോട്ട് കെട്ടി തിരിച്ചൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്യണം. എത്ര പ്യുവറായിട്ട് നമുക്ക് സീഡ് കളക്ട് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമ്മളിവിടെ കൺസർവേഷൻ ചെയ്യണം. പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യണം. അതാണ് ഈ വൈക്കോലും ഇതൊക്കെ വെച്ചിട്ട് ഷെഡ് ടെമ്പറേച്ചർ എപ്പോഴും ഒരു 6 to 10 ഡിഗ്രി ആയിരിക്കണം എന്നാണ് അതിൻ്റെ നമ്മളുടെ ഒരു കൺസർവേഷൻ പ്രൊജക്റ്റിന് വേണ്ടത്. പക്ഷേ ഇത് ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയും ഇവിടുത്തെ ടെമ്പറേച്ചറൊക്കെ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ 3 ലെയറായിട്ട് ചെയ്തത്. പിന്നെ
ഇതൊരു പുതിയ എക്സ്പെരിമെൻ്റ് ആണ് സത്യം പറയാം. ഇത് എത്ര കൊണ്ട് എങ്ങനെ സക്സസ് ആവുന്നത് അടുത്ത പ്രാവശ്യം എടുക്കുമേ അറിയൂ. കാരണം നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ എപ്പോഴും എങ്ങനെയും ലോ ടെമ്പറേച്ചർ ഈ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഇതിങ്ങനെ നാച്ചുറൽ വേയിൽ മൺകുടത്തിൽ നമ്മൾ ഒരു തുണി അതിലെടുത്തിട്ട് പേരും ഇത് എഴുതിയിട്ട് സഞ്ചിയിലാക്കി മൺകുടത്തിൽ വെക്കും. ഈ പ്രൊജക്റ്റിൻ്റെ ഒരു ലാർജർ ക്യാൻവാസിലുള്ള എയിം എന്ന് പറഞ്ഞാൽ ഇതൊരു മോഡലാണ്. ഇന്ത്യയിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഏത് അമ്പലങ്ങളിലും അന്നദാനമുള്ള ഏത് അമ്പലങ്ങൾക്കും ഇത് റിപ്ലിക്കേറ്റ് ചെയ്യാം. ഒരു അമ്പലം വിചാരിച്ചാൽ ഒരു ദിവസം 10, 500, 600 ആളുകൾ അന്നദാനത്തിന് വരാണെങ്കിൽ ആ ഏരിയയിലുള്ള കൃഷിക്കാരൻ്റെ കയ്യിൽ നിന്ന് അവരെ യോജിപ്പിച്ച് അവിടെ കൃഷി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട നെല്ല്, ഗോതമ്പ്, പച്ചക്കറി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാക്കാൻ കഴിയും. അതുകൂടെ 365 ദിവസവും കൃഷിക്കാർക്ക് പണിയും ഒരു ഇൻകവും കിട്ടും. അവൻ്റെ ലൈവ്ലിഹുഡ് എൻഹാൻസ് ചെയ്യും. ഒരു റിസർച്ച് സക്സസ്ഫുൾ ആവട്ടെ എന്ന് നമ്മളും ആശംസിക്കുന്നു. കാരണം നമ്മൾ കേരളീയരെ സംബന്ധിച്ച് നമ്മുടെ അരിയാണ് പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായ കുറേ വിത്തിനങ്ങൾ ഇന്ന് വംശനാശം വന്ന് അന്യം നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംരക്ഷിച്ച് പുതിയ കർഷകർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എന്നൊരു വലിയ ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഒപ്പം വിദേശ ഇനങ്ങൾ, വെറൈറ്റി ആയിട്ടുള്ള വിദേശ ഇനങ്ങൾ, അപൂർവ ഇനങ്ങൾ, പിന്നെ ഓൾ ഇന്ത്യ വരുന്ന നെല്ലിനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ നിലവിൽ 570 ഉണ്ട്. അടുത്ത വർഷത്തേക്ക് ഇതൊരു 1000 ആക്കണമെന്നാണ്. 160 കേരളത്തിലും ബാക്കിയൊക്കെ പുറത്തുനിന്നാണ്. 160 കേരളത്തിലെ ബാക്കിയൊക്കെ പുറത്തുനിന്ന് വരും. പുറത്തെ സ്റ്റേറ്റിനാണ്. അപ്പൊ അതെല്ലാം ഇവർ കൃഷി ചെയ്ത് സംരക്ഷിച്ച് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ സംരക്ഷിച്ച് വരാണ്. ഇനി അടുത്ത കൊല്ലം അത് വിത്ത് പ്രിസർവ് ചെയ്തിട്ട് നമ്മൾ കർഷകർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ബാർട്ടർ സിസ്റ്റം പോലെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൃശൂർ പെരിങ്ങോട്ടുകര അവണങ്ങാട്ട് കളരിയിലെ 5 ഏക്കർ വരുന്ന സ്ഥലത്ത് 570ഓളം വരുന്ന വെറൈറ്റി നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്ന അപൂർവമായ കാഴ്ചയാണ് ഇന്ന് കൃഷിയിടത്തിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയത്. ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിട കാഴ്ചയുമായി വീണ്ടും കാണാം. നമസ്കാരം.